നിങ്ങളെ ഇട്ടിട്ട് പോയ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയ ആ വ്യക്തികൾക്ക് ഇപ്പോൾ ഒരുപാട് നിങ്ങളെ വിട്ടിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നിട്ട് വേറെ ഒരു വ്യക്തികളുടെ കൂടെ പോയവരോ അല്ലെങ്കിൽ അവരുടെ കരിയർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോയ വ്യക്തികൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുമുള്ള മറുപടി അല്ലെങ്കിൽ എന്താ പറയാ യൂണിവേഴ്സ് അവർക്ക് തക്കതായ ഒരു തിരിച്ചടി നൽകുമോ എന്താണ് നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാനാണ് ഈ വീഡിയോ. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ നിലവിൽ അവർ മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ടാവാം. നിങ്ങളെ വിട്ടിട്ട് വേറൊരു പേഴ്സന്റെ അടുത്തേക്ക് പോയവരുണ്ടാവാം, അല്ലെങ്കിൽ അവർ കരിയർ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. നീ ശരിയല്ല, നിന്നുമായിട്ടുള്ള ബന്ധം എനിക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അവർക്കൊക്കെ ഇപ്പോൾ അവർ പ്രസന്റ്ലി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വ്യക്തിക്ക് എന്തായാലും ഇപ്പൊ പ്രസന്റ്ലി അവർ വളരെയധികം ദുഃഖിച്ച് എന്താ പറയാ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കെല്ലാം വളരെയധികം ഇപ്പോ കുറ്റബോധം ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തല്ലുപിടുത്തവും വാക്ക് തർക്കവും ഒക്കെ ആയിട്ട് പോയ വ്യക്തികളായിട്ടാണ് കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ടായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം. മാനസികമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങളിൽ വളരെയധികം ഹേർട്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി എന്താ പറയാ ഇതിൽ ഡെത്ത് കാർഡ് കണ്ടാൽ അറിയാം നിങ്ങളുടെ പലരുടെയും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അവസാനിപ്പിച്ചു പോയ ബന്ധവുമായിരിക്കാം, നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇത്. ആ ഒരു പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവാം. ഇവിടെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് യൂണിവേഴ്സ് തക്കതായ ഒരു ശിക്ഷ അല്ലെങ്കിൽ എന്താ പറയുക ഒരു തിരിച്ചടി ഒരു പേഴ്സണ് നൽകുന്നുണ്ടാവാം, ഇൻ ഫ്യൂച്ചർ നൽകുന്നുണ്ടാവാം, ഇപ്പൊ പ്രസന്റ്ലി നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ള പ്രശ്നം. കാരണം ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഒരു കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന ആൾ ഒരു ഗോഡായിട്ട് ചിത്രീകരിക്കുക, അതിന് താഴെ ഇവിടെ ബഗ് ചെയ്തിട്ട് രണ്ടുപേര് ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം യൂണിവേഴ്സ് അവർക്ക് തിരിച്ചടികൾ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അവരിപ്പോ നിങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് സെവൻ ഓഫ് സോഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വ്യക്തി നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം എന്തിനാ ഞാൻ ഈ ഒരു ഇവളെ അല്ലെങ്കിൽ ഇവനെ ഞാൻ വിട്ടിട്ട് പോയത്, അവളായിരുന്നു അല്ലെങ്കിൽ അവനായിരുന്നു എൻ്റെ സ്വർഗം. ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അയാൾക്ക് വളരെയധികം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം, കെയറിങ്, അല്ലെങ്കിൽ ആൾ എത്രയൊക്കെ നിങ്ങൾ ഉപദ്രവിച്ചാലും മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്ന സമയത്തും നിങ്ങൾ എപ്പോഴൊക്കെ അയാൾ തിരിച്ചു വരുമ്പോഴും നിങ്ങൾ അവരെ കൂടെ നിന്നിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു വില അയാളിൽ നിന്നും അന്ന് അയാൾ വാല്യൂ കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ അയാൾ അതിനെ മനസ്സിലാക്കുന്നുണ്ട്, വാല്യൂ കൽപ്പിക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പ്രേക്ഷകർക്ക് ആ ഒരു പേഴ്സൺ എനിക്കിതൊന്നും വേണ്ട, എനിക്ക് നിങ്ങൾ മതി എന്നുള്ള രീതിയിൽ തിരിച്ചു വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാർഡ്സിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു പേഴ്സൺ കുതിച്ചു വരികയാണെന്നുള്ളത്. കാരണം ചില പ്രേക്ഷകർക്ക് ഇതിൽ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളിപ്പോ ആ ഒരു പേഴ്സണെ ചിലപ്പോൾ മനസ്സിൽ നിന്ന് വിട്ടിട്ടുണ്ടാവാം. ഒരു വളരെയധികം ആ ഒരു പേഴ്സണെ തന്നെ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ടാവാം. യൂണിവേഴ്സിന്റെ അടുത്ത് ഒരുപാട് എന്താ പറയാ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളവരും പിന്നെ ഇപ്പോ ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുള്ളവരായിട്ട് കാണുന്നുണ്ട്. അവർക്കെല്ലാവർക്കും യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നൊരു ഹാപ്പി ലൈഫാണ് വരാൻ പോകുന്നത്. ചില പ്രേക്ഷകർക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ടൊരു ഹാപ്പി ലൈഫ് ഇവിടെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് യൂണിവേഴ്സ്. കാരണം യു ഡിസേർവ് ദ ലവ് എന്നൊക്കെ പറയില്ല, അതുപോലെ ചില പ്രേക്ഷകർക്ക് പുതിയൊരാളായിരിക്കാം വരുന്നത്. ചില പ്രേക്ഷകർക്ക് ഇവർ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവരെന്തായാലും ഒരിക്കൽ വന്ന് നിങ്ങളോട് എല്ലാത്തിനും പറയും, നീയായിരുന്നു എൻ്റെ സ്വർഗം, നീയായിരുന്നു എനിക്കെല്ലാം, നിന്റെ ഭാഗത്ത് നിന്നിട്ട് കിട്ടിയുന്ന ആ ഒരു കെയറിങ്, സ്നേഹം, അല്ലെങ്കിൽ നീ എൻ്റെതാണെന്നുള്ള രീതിയിൽ സത്യസന്ധമായിട്ടുള്ള വാക്കുകളും പ്രവർത്തികളും നിങ്ങളിൽ നിന്നേ ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങളിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം ആൾക്ക് അത്ര നല്ല കാര്യങ്ങളൊന്നായിട്ട് നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഓക്കെ ചിലപ്പോൾ ഗുഡ് ജോബ് അല്ലെങ്കിൽ വേറൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുള്ളവരും ഉണ്ടായിരിക്കാം. പക്ഷെ പുറമേ കാണുന്ന പോലെയല്ല ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ എന്താ പറയാ ഉള്ളിൽ ഇങ്ങനെ കുത്തുന്നുണ്ട്. കാരണം ഇതായിരുന്നില്ല ആ ഒരു വ്യക്തിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു കാര്യമല്ല ഇപ്പോൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോകുന്ന രീതിയിൽ കാണാവുന്നതാണ്. നിങ്ങൾ ആ ഒരു പേഴ്സന്റെ ഒരു പാസ്റ്റ് ലൈഫിലേക്ക്, അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റിലേക്ക് ആള് തിരിഞ്ഞു നോക്കുന്നുണ്ട്. മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആളിപ്പോ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോകുന്നത്. കറക്റ്റായിട്ട് ഇവിടെ കാണാവുന്നതാണ് ഡെത്ത് കാർഡ്. ഇതിൽ ആ പേഴ്സൺ ബെഗ് ചെയ്യും, മനസ്സുകൊണ്ട് ആള് പശ്ചാത്തപിക്കുന്നുണ്ട്. കാരണം മാപ്പ് പറയുന്നുണ്ട്, നിങ്ങളായിരുന്നു ആ ലോകം,
അത് മാത്രമല്ല നിങ്ങൾ അവരുടെ ആ ഒരു വ്യക്തിക്ക് എന്താ പറയാ നല്ലൊരു സ്പേസ് കൊടുത്തിരുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ കുറേ തോട്ട്സുകൾ ഇപ്പൊ ആളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് തല്ലുപിടുത്തവും കാര്യങ്ങളും, നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തി അങ്ങനെയൊക്കെ പോയ ഒരാളായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ എന്നിട്ട് പോലും അയാളുടെ പിന്നാലെ പോയിട്ടേ ഉള്ളൂ. എന്തൊക്കെ ആള് നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിലും, കാര്യങ്ങൾ ആളുടെ ഒരു രീതിയിൽ നിങ്ങൾ ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ പോലും നിങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ബാക്കിലൂടെ പോവല്ലേ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കരഞ്ഞു നിൽക്കണമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ആള് കണ്ട പേജ് ഓഫ് വാൺസ്. ഇപ്പോൾ ആള് നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങളും ചിലപ്പോൾ ഈ ഒരു കാണുന്ന പ്രേക്ഷകരിൽ പലരും ലെറ്റ് ഗോ അടിച്ച് നിങ്ങളും നിങ്ങളെ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു റീയൂണിയൻ എന്താ പറയാ, ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവും, ഇനി അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയോടുകൂടിയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആള് കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. കണ്ടോ, 2 ഓഫ് സോഴ്സും കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയാനായിട്ട് ഞാൻ പറയണത് ഇപ്പൊ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനും അതാ നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫും അതിലേക്ക്, അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഇതിൽ നിൽക്കണോ അല്ലെങ്കിൽ പോകണോ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ് ഇവിടെ കാണുന്നത്. വളരെയധികം ആ പേഴ്സൺ ഹേർട്ട് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം. വളരെയധികം മനസ്സ് വേദനിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ പേഴ്സൺ മനസ്സിലായി നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു എന്താ പറയാ കാര്യങ്ങൾ കൊണ്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തിരിഞ്ഞു നോക്കുന്നത് നിങ്ങളെ. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ ആൾക്ക് വളരെയധികം വെൽത്തും സ്ട്രെങ്ത്തും എല്ലാം നല്ല 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 കാര്യങ്ങളായിരുന്നു ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ആള് വളരെ സ്പിരിച്വലി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മോശം അവസ്ഥയിൽ ആയിട്ട് വന്നെങ്കിൽ പോലും അതൊരു തരണം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ശക്തി, അല്ലെങ്കിൽ സ്പിരിച്വൽ പവർ ഈ വ്യക്തിക്കുള്ളതായിട്ടാണ്. ഇങ്ങനെയോ തട്ടിയും മുട്ടിയൊക്കെ രക്ഷപ്പെട്ടു പോവാന്നൊക്കെ ഉള്ളൊരു പറയില്ലേ, കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്കിതിൽ കാണുന്നത്. ആ ഒരു വ്യക്തിക്ക് യൂണിവേഴ്സ് ഒരു ഏതോ ഒരു കുറച്ച് സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും ഒരു ഹേർട്ടിങ്ങും സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലൈഫ് ഇപ്പൊ ആ ഒരു വ്യക്തി പൂർണ്ണമായും വേറൊരു ഇതില് എന്താ പറയാ, കണ്ടോ, ഇട്ടിട്ട് പോയത് തന്നെയായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. വളരെയധികം വേണ്ട, ഈ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ട. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ലവ്, കെയറിങ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു ഭയങ്കര സിറ്റുവേഷൻ ഒത്തിരി ഓവർകം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നു ആ ഒരു സമയത്ത്. വളരെ എന്താ പറ്റാത്തൊരു ചിലർ മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ടാവാം എന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിക്ക് ഒരു കയ്യിലൊരു എന്താ പറയുക സ്പിരിച്വൽ പവറോ എന്തോ ഒരു മെന്റൽ പവർ, എന്തൊക്കെയോ ഒരു പവർ ഉള്ളതായിട്ടാണ് ഇവിടെ മജീഷ്യൻ കാർഡ് ഉണ്ട്. കാരണം ആ ഒരു വ്യക്തിക്ക് എന്തോ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കാനും ആ വ്യക്തിയെ തേടി വരുന്ന അപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ തട്ടിത്തടഞ്ഞു പോകാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു വ്യക്തിയിൽ ഉണ്ടെന്നുള്ളതായിട്ടാണ് കാണുന്നത്. ദ മെജിഷ്യൻ, അതായത് ഈ ആ ഒരു വ്യക്തിക്കെല്ലാം തികഞ്ഞവനാണ് ആളെന്നുള്ളൊരു ഇതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. എല്ലാത്തിനും ഒന്ന് തട്ടിമുട്ടി മാറി ബാലൻസിങ് ആയിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫ് ബാലൻസിങ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്.